ഹായ്, OTM ട്രേഡറിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നിഫ്റ്റി 50യുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ മാർക്കറ്റ് അനാലിസിസും പിന്നെ ചാർട്ട് അനാലിസിസും പിന്നെ അതുപോലെ നാളത്തെ ട്രേഡിംഗ് സെറ്റപ്പ്, പിന്നെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ്, അതുപോലെ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെഷനാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നിഫ്റ്റി 50യുടെ ചാർട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,123. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് വരുന്നത് 24,237 അപ്പോൾ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കുറച്ചും കൂടി ഒന്ന് മേളിൽ പോയി, മിക്കവാറും അതൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മേളിൽ പോയിട്ട് 24,275 വരെ മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട്. അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനായിരിക്കും സാധ്യത മേളിലേക്ക് ആണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ. കാരണം അവിടെ വരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് താഴേക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ലിക്വിഡിറ്റിയോടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു പുട്ട് ബൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. പിന്നെ ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നേരെ താഴേക്കാണ് പോകുന്നതെങ്കിൽ നേരെ താഴെ വന്നിട്ട് അവിടെ 24,000 മേജർ സപ്പോർട്ട് ഏരിയ ആണത്, 24,000. അപ്പോൾ അവിടെ വന്നൊരു കുറച്ച് നേരം നിന്നിട്ട് ചിലപ്പോൾ റിവേഴ്സ് ആവുകയാണെന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു കോൾ ബൈ ചെയ്യാം, അവിടെ നിന്നൊരു കോൾ ബൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ അതും കവർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെ അതിന് താഴെയുള്ളത് 23,945 സപ്പോർട്ടിലാണുള്ളത്. ഇവിടെ 23,945 ഈ പോയിൻ്റ്. പിന്നെ അപ്പോൾ ആ ഒരു പോയിന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നേരെ അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിലേക്കൊരു, അതായത് കോള് ബൈ ചെയ്യാം. പിന്നെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ, ഇപ്പോൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് നമുക്കൊരു ബൈയോ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് നമുക്കൊരു പുട്ടോ അല്ലെങ്കിൽ കോളോ ബൈ ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഫ്ലാറ്റായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പണായി കുറച്ചൊരു ക്യാൻഡിൽസൊക്കെ ഫോം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങോട്ട് പോകാനാണ് സാധ്യത എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇത് 5 minutes ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗ്ലോബൽ ഇൻഡൈസസ് ഒക്കെ നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റൊക്കെ നല്ല ഗ്രീനിലായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് മോഡിലേക്ക് ആയി വരുന്നുണ്ട് മാർക്കറ്റ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ അവിടെ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,023 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 52,285, സെക്കൻഡ് 52,431. അത് കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ 52,759 അത് കഴിഞ്ഞ ദിവസം ഹൈ വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മേജർ റെസിസ്റ്റൻസിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ഓപ്പോസിറ്റ് ട്രേഡ്, അതായത് ഒരു ലിക്വിഡിറ്റി ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് താഴെ കാണാം 51,789 ഒരു സപ്പോർട്ട് കാണാം. പിന്നെ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ബാങ്ക് നിഫ്റ്റി എന്തായാലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നല്ലൊരു താഴത്തേക്കൊരു ഡൗൺഫോളാണ് വരുന്നത്, നല്ലൊരു വീഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 51,500 പിന്നെ സെക്കൻഡ് സപ്പോർട്ട് വരുന്നത് 51,265. അപ്പോൾ മാർക്കറ്റ് അത്ര മൂവ്മെൻ്റ് കൊടുത്ത് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സപ്പോർട്ടാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ റിവേഴ്സൽ കിട്ടാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ താഴേക്ക് പിന്നെ ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊന്ന്
ക്യാൻഡിൽസൊക്കെ ഒന്ന് ഫോം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങോട്ടാണ് ട്രേഡ് എടുക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് തന്നെ ട്രേഡ് എടുത്ത് പോവാം. ട്രേഡ് വിത്ത് ട്രെൻഡ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ എന്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കുക. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഗ്ലോബൽ ഇൻഡസ്ട്രീസും കൂടി കാണിച്ചു തരാം. ഗ്ലോബൽ ഇൻഡസ്ട്രീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് എല്ലാം കണ്ടോ, ഡോ ജോൺസ്, നാസ്ഡാക്ക്, S&P, നിക്കി മാത്രം ഡൗൺ ഉള്ളൂ, ബാക്കിയെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ദിവസം. പിന്നെ അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ നിഫ്റ്റി പോയി കഴിഞ്ഞാൽ നിഫ്റ്റി 50-ലെ ഓൾമോസ്റ്റ് എല്ലാ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട 50 കമ്പനീസിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തേക്കുന്നതെന്ന്. എല്ലാം കണ്ടോ, എല്ലാം ഏകദേശം, അതായത് പവർ ഗ്രിഡ് ലോസിലാണ് ക്ലോസ് ചെയ്തത്. പിന്നെ നെസ്ലെ, ടെക് മഹീന്ദ്ര, അത് ഈ 3, ശ്രീറാം ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഹീറോ മോട്ടോർ കോർപ്പ്, ഇത്രയും കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാം ഇതുണ്ടോ ഏകദേശം 6 കമ്പനികൾ മാത്രമേ 6-7 കമ്പനികൾ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളെ ബാക്കി കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു അനാലിസിസിൻ്റെ അത് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കൊന്നും വാലിഡേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ ബാലൻസ് 3080 രൂപയാണ്. കാരണം കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തതിൽ എനിക്ക് 800-900 റുപ്പീസോളം എനിക്ക് ലോസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ റിപ്പോർട്ട്സ് എടുക്കുകയാണ്. റിപ്പോർട്ട്സിൽ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മാത്രം എഫ് ആൻഡ് ഒ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ ഡേറ്റ് ചേഞ്ച് ആക്കി കൊടുക്കാം. നവംബർ ഡേറ്റ് ഒന്നുമല്ല, ഞാനിപ്പോൾ 25 മുതലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ എൻ്റെ ട്രേഡിങ് 25 മുതലുള്ള ട്രേഡിങ്ങിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. അല്ലേ പിന്നെ 1 മന്തിലുള്ളത് കാണാം അല്ലേ. നമുക്ക് ഈ ഒരു മന്തിലുള്ളത് കാണാം. അടുത്ത ആഴ്ച മുതൽ നമുക്ക് വീക്കിലി ഉള്ളത് നോക്കാം. അപ്പോൾ ഈ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ വേറെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഗ്രോയിലേക്ക് F&O ഗ്രോയിൽ ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫസ്റ്റ് മുതൽ ഇട്ട് നോക്കാം, എന്ന് മുതലാണ് കാണിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നവംബർ 7 മുതലുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇത് നോക്കുകയാണെന്നുള്ള റിയലൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 2015 ചാർജസ് 934 രൂപ ചാർജസ് കൊടുത്തിട്ടുണ്ട്. നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് 1080 രൂപയാണ് ഇതുവരെയുള്ള ട്രേഡിൽ. അതിൽ നമുക്കിപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പ്രോഫിറ്റുകൾ, ലോസ് വന്നേക്കുന്ന എമൗണ്ടുകൾ, പ്രോഫിറ്റ് വന്നേക്കുന്ന ഇത്രയൊക്കെയാണ് നമ്മളുടെ കാണുന്നത്. ഞാൻ കൂടുതലും ഒറ്റൊരു ലോട്ട് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് കാണാം ഇവിടെ 25 എന്നും. പിന്നെ ചില സമയങ്ങളിൽ മാത്രമേ ഞാനൊരു 2 ലോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 50 കാണാൻ പറ്റും. ഒരു ലോട്ട് 25ഉം 2 ലോട്ട് ഒന്ന് 50 ആയിട്ടുണ്ട്. ഓക്കെ, കൂടുതലും ഞാൻ ഒരു ലോട്ട് തന്നെ എടുക്കാറുള്ളൂ. ഒരു ലോട്ടിൽ തന്നെ ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യാറുള്ളൂ. വളരെ മിനിമലായിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് വളരെ മിനിമലായിട്ടുള്ള ലോട്ട് ബൈ ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെ പ്രോഫിറ്റബിൾ ആവാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതും. ഇതെല്ലാം ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതും. ഓക്കെ, പിന്നെ മുൻപ് ഞാൻ ഒരുപാട് ക്യാപിറ്റലൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ വേറൊരു രീതിയിലൊന്നും അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെറിയ ക്യാപിറ്റൽ ഇട്ടിട്ട് ആദ്യം മുതൽ തന്നെ നമ്മൾ ഫ്രഷറായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഒരുപാടില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഈസി ആയിട്ട് ട്രേഡിങ് പഠിക്കാനും അത് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു മാർക്കറ്റിനെ പറ്റി പഠിക്കാനും മാർക്കറ്റിൻ്റെ സെൻസിറ്റിവിറ്റി പഠിക്കാനും അത് എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതും പിന്നെ ഓരോ ഇവൻറ്റ്സിൽ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്കറിയാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി തന്നെ ട്രേഡ് ചെയ്തെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു വലിയൊരു ക്യാപിറ്റൽ വന്നിട്ടിട്ട് ഒരിക്കലും ആരും ഒരു ബിഗിനറും ഒരിക്കലും നമ്മളതുപോലെ വലിയ ക്യാപിറ്റലൊന്നും ഇട്ടിട്ട് മാർക്കറ്റിൽ കളിക്കരുത്. അപ്പോൾ ഇതുപോലെ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഇതിനകത്ത്
ഗ്രോന് മുമ്പും ഞാൻ ട്രേഡ് ചെയ്തിരുന്നു. ഗ്രോന് മുമ്പ് ചെയ്തപ്പോഴും ഞാൻ അതായത് ഈ ഒരു 2 മാസം ചെറിയ എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 രൂപ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഞാൻ ഇട്ട എമൗണ്ട് ഫസ്റ്റ് ഇട്ടത് ഓൾ ട്രാൻസാക്ഷൻസ് എടുക്കുകയാണെങ്കിൽ കാണിക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ കാണാൻ വരുന്നുണ്ട്. നവംബർ 4-ന് ഞാൻ 1500 രൂപ ഇട്ടിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തന്നെ എനിക്കൊരു 300 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. പിന്നെ 1, 2, 3, 4 ദിവസം എനിക്ക് ലോസ് വന്ന്, പിന്നെ പ്രോഫിറ്റ് വന്ന്, അങ്ങനെ പ്രോഫിറ്റ് വന്ന്, പിന്നെ ഞാൻ ഒരു 500 റുപ്പീസ് ഇതിലേക്ക് വീണ്ടും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു 500 റുപ്പീസും കൂടി. അപ്പോൾ മൊത്തം 2000 രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതിൽ നിന്ന് ഒരു 1600 രൂപ എൻ്റെ നിന്ന് പോയി, ലോസ് വന്ന്. പിന്നെ ആ ബാലൻസ് ഉള്ള പൈസ കൊണ്ട് തന്നെ വീണ്ടും ട്രേഡ് ചെയ്ത് ഇപ്പോൾ അത് 3000 റുപ്പീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു 800 സംതിങ്ങും കഴിഞ്ഞ ദിവസം എനിക്ക് ലോസ് വന്നു. അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയത്, ഞാൻ പെട്ടെന്നുള്ള മൂവ്മെൻറ്റിലാണ് ഞാൻ എടുക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രോഫിറ്റ് കാണാതാവുമ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഞാനിത് ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കാതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ലോസ് വരും. പിന്നെ ഞാൻ ആ ലോസ് എക്സിറ്റ് ആകുമ്പോഴാണ് എനിക്കിങ്ങനെ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മേജർ പ്രശ്നം ഞാൻ കണ്ടെത്തിയത്, ഞാൻ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതലുള്ള, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് ഫോളോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ മൺഡേ മുതൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ എമൗണ്ടുകളിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വലിയ എമൗണ്ട് ഇട്ട് ഞാൻ ഒരുപാട് ചെയ്തായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇമോഷണലായിട്ട് ഞാൻ ഭയങ്കര വീക്കായി പോയിരുന്നു. അതായത് നമുക്ക് ലോസ് വരുമ്പോൾ അത് വീണ്ടും തിരിച്ച് പിടിക്കാൻ വേണ്ടി ചേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചേസ് ചെയ്യുമ്പോൾ വീണ്ടും പൈസ പോവും. അങ്ങനെ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പിന്നെ നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ചെറിയ സെറ്റപ്പിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അത് ഉപകാരം ആയിക്കോട്ടെ. എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാനിതാണ് ഫോളോ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ പഠിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അതിൽ ചെയ്യുക. പിന്നെ നല്ല സജഷൻസ് എനിക്ക് കമൻ്റായിട്ട് തരിക. ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മനസ്സിലാക്കിയതാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന അറിവുള്ളവർ അതെനിക്ക് തിരുത്തി തരുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു പഠിക്കാനായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അതേപോലെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്ത്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. താങ്ക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഞാൻ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നാളെ നമുക്ക് ട്രേഡിംഗ് സെഷനിൽ കാണാം. താങ്ക് യു.